പ്രിയ സഹോദരി സഹോദരന്മാരെ, തെറ്റായ ചില പ്രചരണങ്ങൾ അമ്പലപ്പുഴ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ശ്രീ ജി സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത അമ്പലപ്പുഴ മണ്ഡലത്തിലെ ചില സഖാക്കൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. പ്രധാനമായും അത് ആലപ്പുഴ ജില്ലയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ടൗണിൽ പ്രവർത്തിച്ചിരുന്ന വളരെ വളരെ പരിമിതമായ സൗകര്യം മാത്രം ഉണ്ടായിരുന്ന, അന്നത്തെ കാലത്ത് കുട്ടികൾ പഠിക്കാൻ പോകാൻ താല്പര്യം കാണിക്കാതിരുന്ന ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വണ്ടാനത്തേക്ക് മാറ്റിയത് 2006-2011 വരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സഖാവ് VS മുഖ്യമന്ത്രിയായിരുന്ന ഗവൺമെന്റിന്റെ കാലത്താണ്. അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ഞാൻ. നീണ്ട 2-2.5 വർഷക്കാലത്തെ വളരെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ടൗണിൽ പ്രവർത്തിച്ചിരുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ എല്ലാ സംവിധാനങ്ങളും 10 കിലോമീറ്റർ തെക്കോട്ടുള്ള വണ്ടാനത്തേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചത്. ഇത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. കാരണം ഒരു 46 വർഷത്തിലേറെ കാലം ഈ വണ്ടാനത്തേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മാറ്റണം എന്നുള്ള നിലയിൽ അവിടെ സ്ഥലമെടുത്ത് അതിനുള്ള ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിൽ പോലും മാറി മാറി വന്ന ഒരു സർക്കാരിനും അത് സാധിച്ചില്ല. ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയും വിസ്തൃതമായ 100 കണക്കിന് ഏക്കർ ഭൂമിയുള്ള ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വികസനം സാധ്യമാവണം, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവിടെ പ്രവർത്തിക്കണം, സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമടക്കം അവിടെ ഉണ്ടാവണം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തത്. അന്ന് ആരോഗ്യവകുപ്പിന്റെ സെക്രട്ടറി പ്രിയങ്കരിയായിട്ടുള്ള ഡോക്ടർ ഉഷ ടൈറ്റസ് ആയിരുന്നു. ഞാനും ഡോക്ടർ ഉഷ ടൈറ്റസും കൂടി ചേർന്ന് നിരവധി തവണ ആലപ്പുഴയിൽ നേരിട്ട് പോയി മെഡിക്കൽ കോളേജിൽ യോഗം ചേർന്നു. ഇതിന്റെ ഓരോ തീരുമാനങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു. പക്ഷെ 2 കാര്യം ഇവിടെ പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ തീരുമാനം ആലപ്പുഴ ടൗണിൽ നിന്ന് ഇന്ന് ജനറൽ ആശുപത്രി പ്രവർത്തിക്കുന്ന ആ സ്ഥലത്തുള്ള വളരെ പരിമിതമായ സൗകര്യം മാത്രം ഉണ്ടായിരുന്ന ആ മെഡിക്കൽ കോളേജ് വണ്ടാനത്തേക്ക് മാറ്റുന്നതിന് അന്ന് അവിടെ ആലപ്പുഴ MLA ആയിരുന്ന ശ്രീ KC വേണുഗോപാൽ, ആലപ്പുഴ MP ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന KC വേണുഗോപാലിന് അശേഷം താല്പര്യമുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് വണ്ടാനത്തേക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും അധികം സഹായിച്ചതെന്ന്